ആർട്ട് ഓഫ് ഹാർമണി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഏവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിനോദമാണല്ലോ ക്രിക്കറ്റ് കളി. ഇതിലെ അപൂർവമായ ചില സന്ദർഭങ്ങളിൽ ബാറ്റർ ഔട്ടാകുന്ന ഒരു രീതിയാണ് ഹിറ്റ് വിക്കറ്റ് ആകുക. താൻ അറിയാതെ തന്നെ തന്റെ ബാറ്റ് വിക്കറ്റിൽ കൊള്ളുകയോ തന്റെ ശരീരഭാഗങ്ങൾ വിക്കറ്റിൽ കൊള്ളുകയോ ചെയ്യുമ്പോൾ ഹിറ്റ് വിക്കറ്റായി അദ്ദേഹം പുറത്താകുകയാണ്. അടുത്ത നാളുകളിൽ നമ്മുടെ കായിക രംഗത്തെ മലിനമാക്കിയ ഒരു പ്രവണതയായിരുന്നല്ലോ മാച്ച് ഫിക്സിംഗ്. ബോധപൂർവം ടീമിനെ പരാജയപ്പെടുത്തുക. ഹിറ്റ് വിക്കറ്റ് അല്ലെങ്കിൽ സെൽഫ് ഗോൾ, അതോടൊപ്പം മാച്ച് ഫിക്സിംഗ്, ഇത് രണ്ടും ഒരു ടീമിനെ പരാജയത്തിലേക്ക് നയിക്കുന്ന, അല്ലെങ്കിൽ അറിഞ്ഞും ടീമിനെ പരാജയത്തിലേക്ക് നയിക്കാൻ കാരണമായേക്കാം. ഇതിന് സമാനമായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും നമ്മളെ പരാജയത്തിലേക്ക് നയിക്കുന്ന ചില ചിന്താരീതികളുണ്ട്. നമ്മളെ പരാജയത്തിലേക്ക് നയിക്കുന്ന ചില സ്വഭാവ പ്രകൃതികളുണ്ട്. നമ്മളെ പരാജയത്തിലേക്ക് നയിക്കുന്ന നമ്മുടേതായ ചില നിയമങ്ങൾ അല്ലെങ്കിൽ വിശ്വാസങ്ങളുണ്ട്. ഇവ സെൽഫ് ഡിഫീറ്റിംഗ് തോട്ട് പാറ്റേൺസ് എന്ന് പറയും, അല്ലെങ്കിൽ സെൽഫ് ഡിഫീറ്റിംഗ് ബിഹേവിയർ പാറ്റേൺസ് എന്ന് പറയും, അല്ലെങ്കിൽ സെൽഫ് ഡിഫീറ്റിംഗ് ഇറാഷണൽ ബിലീഫ്സ് എന്ന് പറയും. സുവിശേഷത്തില് ഒരു ചെറിയ ഉദാഹരണം ഇതിനോട് സമാനമായുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കട്ടെ. മത്തായിയുടെ സുവിശേഷത്തില് ഈശോ കടലിലൂടെ നടക്കുന്ന ഭാഗമുണ്ട്. ശിഷ്യന്മാർ വള്ളത്തിലാണ്. ഈശോ രാത്രിയുടെ യാമങ്ങളിൽ ശിഷ്യന്മാരുടെ അടുത്ത് കടലിലൂടെ നടന്നു നീങ്ങുകയാണ്. പത്രോസ് ഭയപ്പെട്ടു. അപ്പോൾ ഈശോ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്, എന്നാൽ എന്നെയും അങ്ങയുടെ അടുത്തേക്ക് വരുവാൻ അനുവദിക്കുക. പത്രോസ് ഈശോയെ നോക്കി വെള്ളത്തിന് മുകളിലൂടെ കടലിലൂടെ നടക്കുകയാണ്. അത്ഭുതം! യേശുവിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി പത്രോസിനെ വെള്ളത്തിന് മുകളിലൂടെ നടക്കുവാൻ അനുവദിച്ചു. ശക്തിപ്പെട്ടു, കരുത്തുള്ളതായി, ധൈര്യം നിറഞ്ഞതായി. എന്നാൽ അല്പനേരം കഴിഞ്ഞപ്പോൾ പത്രോസിന്റെ ഭാഗത്തു നിന്ന് ചുറ്റുമുള്ള തിരമാലകളിലേക്ക്, ചുറ്റുമുള്ള കാറ്റിലേക്ക് പത്രോസിന്റെ ശ്രദ്ധ വന്നു. പത്രോസ് ഉള്ളിൽ ഭയക്കാൻ തുടങ്ങി. തിരമാലകൾ എന്നെ വിഴുങ്ങുമോ? കാറ്റും കോളും എന്നെ വിഴുങ്ങുമോ? അതുവരെ യേശുവിനെ നോക്കി കടലിലൂടെ നടന്ന പത്രോസ് എപ്പോൾ യേശുവിൽ നിന്നും ശ്രദ്ധ മാറ്റിയോ, എപ്പോൾ യേശുവിൽ നിന്ന് ശ്രദ്ധ മാറ്റി കാറ്റിലും ഓളങ്ങളിലും പത്രോസിന്റെ ശ്രദ്ധ വന്നോ, അത് പത്രോസിനെ ഭയപ്പെടുത്തുവാൻ തുടങ്ങി. ഭയം ഉള്ളിൽ ജനിക്കാൻ തുടങ്ങി. ആ ഭയം പത്രോസിനെ കീഴ്പ്പെടുത്തി. നമ്മുടെ ജീവിതത്തിലും നമ്മളെ പരാജയപ്പെടുത്തുന്നതായ പല ചിന്താരീതികളും സ്വഭാവ രീതികളും നമ്മുടേതായ ഉള്ളിലെ ചില നിയമങ്ങളും, ഇവയെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടതും. ഹിറ്റ് വിക്കറ്റ് ആകുന്നത് മനഃപൂർവ്വമല്ല, അറിയാതെയാണ്. സെൽഫ് ഗോൾ ഉണ്ടാകുന്നത് അറിയാതെയാണ്. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പരാജയപ്പെടുത്തുന്ന ചില ചിന്താരീതികളും ചില സ്വഭാവ ശൈലികളും, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ചില നിയമങ്ങളുണ്ട്, ഇറാഷണൽ ആയിട്ടുള്ള ചില ബിലീഫ് സിസ്റ്റങ്ങളുണ്ട്. അത് നമ്മളെ പരാജയത്തിലേക്ക് കൂപ്പുകുത്തും. ആയതിനാൽ നമുക്ക് നമ്മെക്കുറിച്ച് ഒരു അറിവ്, ഒരു അവയർനെസ് നമുക്ക് പരിശ്രമിക്കാം. മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് നമ്മളിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ കടന്നു പോകുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? എന്നെ ബലപ്പെടുത്തുന്നതാണോ, എന്നെ ദുർബലമാക്കുന്ന ചിന്തകളാണോ എന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നതെന്നുള്ള തിരിച്ചറിവ് എന്നെ കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യനാക്കാനായിട്ട് സാധിക്കും. അത്തരത്തിൽ നമുക്ക് നമ്മുടെ മനസ്സുകളെ ശാന്തമാക്കാം. കാറ്റിനെയും കൂളിനെയും ശാന്തമാക്കിയ തമ്പുരാനെ, എന്റെ മനസ്സിനെ ശാന്തമാക്കണം. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് എന്നിലൂടെ കടന്നു പോകുന്ന ചിന്താരീതികളെ, സ്വഭാവ ശൈലികളെ, എന്റെ ഉള്ളിലുള്ള ചില നിയമസംഹിതകളെ തിരിച്ചറിയാനും തിരുത്തേണ്ടവയെ തിരുത്തുവാനുള്ള ധൈര്യം എനിക്ക് നൽകണമേ. കർത്താവേ,
എന്നെ അങ്ങയുടെ സമാധാനത്തിന്റെ ഉപകരണമാക്കി. സമാധാനവും സൗഭാഗ്യവും.